Hi everyone. നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നോക്കാനായിട്ടുള്ളത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നെക്സ്റ്റായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആയിരിക്കും. ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് മറ്റുള്ള വേൾഡിലെ മറ്റുള്ള മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാപിറ്റൽ മാർക്കറ്റിനെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ബ്രോഡൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാപിറ്റൽ മാർക്കറ്റിൽ മെയിനായിട്ട് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് എടുത്ത മെഷേഴ്സ് വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി ഓഫ് ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റീസെൻ്റായിട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് വഴി തന്നെ ഇന്ത്യയുടെ എക്കണോമി കൂടെ എന്ത് ചെയ്യും, ഡെവലപ്മെൻറ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് റീസെൻ്റായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രമേ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ടെക്സ്റ്റിൽ ഒരു 10-30ഓളം റീസെൻ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് ഒന്നുകൂടെ നോക്കുക. ഇവിടെ ഞാൻ കുറച്ച് ഡെവലപ്മെൻറ്റ് മാത്രം റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തത് ഗ്രോത്ത് ഇൻ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷനും. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷന് വന്നത് വഴി എന്ത് ചെയ്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഗ്രോത്ത് ഉണ്ടായി. The Indian capital market has grown due to the innovation of the mechanism of indirect financing. ഇൻഡയറക്റ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം ഇന്നോവേറ്റ് ചെയ്തതോടുകൂടി ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻഡയറക്റ്റ് ഫിനാൻസിങ്, അതായത് ഡയറക്റ്റ് ഫിനാൻസ് അല്ലാതെ ഇൻഡയറക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ ത്രൂ ആൻ ഇൻ്റർമീഡിയറി, ഒരു ഇൻ്റർമീഡിയറി വഴി നമ്മൾ ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് അല്ലാതെ സെല്ലറും ബയ്യറും തമ്മിൽ ഡയറക്റ്റ് അല്ലാതെ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വഴി ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡയറക്റ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെക്കാനിസം നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇന്നോവേറ്റ് ചെയ്തതോടുകൂടി നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിന് എന്തുണ്ടായി, ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ ഇത് റീസെൻ്റായിട്ട് ഈ ഒരു ഇൻഡയറക്റ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം ക്യാപിറ്റൽ മാർക്കറ്റിൽ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. This innovation has enhanced the efficiency of the flow of funds from ultimate savers to ultimate users through newly established financial intermediaries. ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LIC, GIC, ഈ ഒരു ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വഴി എന്ത് ചെയ്തു,
ഫണ്ടിൻ്റെ ഫ്ലോ ഓഫ് ഫണ്ട് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതായത് അൾട്ടിമേറ്റ് സേവേഴ്സിൽ നിന്നും അൾട്ടിമേറ്റ് യൂസേഴ്സിലെത്തുന്ന ആ ഒരു ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ ഓഫ് ഫണ്ടിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വന്നത് വഴി UTI, LIC, GIC ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വന്നത് വഴി നമുക്ക് ഫണ്ടിൻ്റെ ഫ്ലോയിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. The LIC has been mobilizing the savings of household to build a life fund. LIC എന്ത് ചെയ്തിട്ടുണ്ട്, ഹൗസ് ഹോൾഡിൻ്റെ ഒരു ലൈഫ് ഫണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാനായിട്ട് LICക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേറ്റർ വന്നത് വഴി ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തുണ്ടായി, ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് മർച്ചൻറ്റ് ബാങ്കിങ്. മർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ ഗ്രോത്ത് വഴി എന്ത് ചെയ്തു, ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് മർച്ചൻറ്റ് ബാങ്കുകൾ ഉണ്ടായിരിക്കും. ആ മർച്ചൻറ്റ് ബാങ്കുകൾ തമ്മിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു, ക്യാപിറ്റൽ മാർക്കറ്റിനും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. The role of merchant banking in India's capital market can be traced back to 1969 when Green Lanes Bank established a special cell called the Merchant Banking. 1969 ഗ്രീൻ ലൈൻസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കാണ് ഈ ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ സെല്ല് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. The Merchant Banking Division of Commercial Banks advises the companies about economic viability, financial viability and technical feasibility of the project. ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഡിവിഷനാണ് എന്തെന്ന് പറയുന്നത്, മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ എക്കണോമിക് വയബിലിറ്റിനെ കുറിച്ചും ഫിനാൻഷ്യൽ വയബിലിറ്റി, ടെക്നിക്കൽ വയബിലിറ്റി, ഒരു പ്രൊജക്റ്റിൻ്റെ ആ കമ്പനിയുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി, ടെക്നിക്കൽ വയബിലിറ്റി, എക്കണോമിക് വയബിലിറ്റി ഇതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, കമ്പനിക്ക് അഡ്വൈസ് ചെയ്യുക, കമ്പനിക്ക് പറഞ്ഞു കൊടുക്കുക. ആ ഒരു പ്രൊജക്റ്റ് സ്വൈറ്റബിൾ ആണോ അല്ലയോ എന്നുള്ള ഈ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സും എക്കണോമിക്കൽ ആസ്പെക്ട്സും ഫിനാൻഷ്യൽ ആസ്പെക്ട്സും ഒക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു കമ്പനിക്ക് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്, മെർച്ചൻറ്റ് ബാങ്കിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് ഗ്രോത്ത് ചെയ്യുന്നത് വഴി എന്ത് ചെയ്തു, ക്യാപിറ്റൽ മാർക്കറ്റും ഡെവലപ്മെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്തു, ക്യാപിറ്റൽ മാർക്കറ്റിന് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. The promotion of mutual fund by national as well as non-nationalized bank has also improved the Indian capital market. നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, നാഷണലൈസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്നും നോൺ നാഷണലൈസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്നും. ഈ നാഷണലൈസ്ഡ് ആണെങ്കിലും നോൺ നാഷണലൈസ്ഡ് ആണെങ്കിലും എന്ത് ചെയ്തു, ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൊമോഷൻ വഴി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇംപ്രൂവ് ചെയ്തു. They were helpful to the public by way of tax savings schemes. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് കിട്ടും പബ്ലിക്കിന്. അപ്പോൾ ഇങ്ങനെ ഒരു ടാക്സ് ബെനിഫിറ്റ് പബ്ലിക്കിന് കിട്ടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ കൂടുതലായിട്ടും ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കീമിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നതോടുകൂടി എന്തും ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ മാർക്കറ്റും ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടും. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ UTI's മന്ത്ലി ഇൻകം സ്കീം, മ്യൂച്വൽ ഫണ്ട് പ്രൊമോട്ടഡ് ബൈ നാഷണലൈസ്ഡ് ബാങ്ക് ഹാവ് ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് എക്സംഷൻസ് നമുക്ക് കിട്ടും. അതുവഴി ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് എന്ത് ചെയ്തു, ആ ഒരു കോൺസെപ്റ്റ് ഇത് കൂടി വന്നു. അങ്ങനെ പബ്ലിക്കൊക്കെ എന്ത് ചെയ്തു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി മ്യൂച്വൽ ഫണ്ടിൽ ഗ്രോത്ത് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. നെക്സ്റ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സെക്കൻഡറി മാർക്കറ്റാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രണ്ടെണ്ണമാണുള്ളത് പ്രധാനമായിട്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ആദ്യം ഉണ്ടായിട്ടുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ദെൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
A new stock market called National Stock Exchange has been created which has a large number of companies listed. ഈ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കമ്പനീസ്, ലാർജ് നമ്പർ ഓഫ് കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. It's a big competitor to the Bombay Stock Exchange and it is able to even influence the Bombay Stock Exchange. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ബിഗ് കോമ്പറ്റീറ്റർ ആണ് ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ. കാരണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ലിസ്റ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ കമ്പനീസ് എവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വലിയൊരു കോമ്പറ്റീറ്ററാണ് ഈ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീൽസ് ഇൻ ഷെയർസ് ഓഫ് കമ്പനി throughout India and the prices prevailing in the market is a benchmark for stock prices. ഈ ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഒട്ടുമിക്കവാറും എല്ലാ കമ്പനീസിൻ്റെ ഷെയർസും എവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ പ്രിവൈലിംഗ് ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസസിൻ്റെ ബെഞ്ച് മാർക്കാണ് നമുക്ക് പ്രിവൈലിംഗ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നമുക്ക് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗ്രോത്തും ഈ ഒരു റീസെൻ്റായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി ഷെയർസ് നമുക്ക് സെയിൽ ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പോൾ ഇതും ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, പ്രൊമോട്ടിംഗ് മോർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. Opening of more private sector bank has resulted in the public contributing to the shares of this bank in Indian capital മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഈ ഒരു പബ്ലിക് ഷെയർസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഏതും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. Recently, the government has announced 74% of equity participation by foreigners in private sector bank in India. Recent ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ 74% ഇക്വിറ്റി പാർട്ടിസിപ്പേഷന് ഫോറിനേഴ്സിന് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ എന്ത് ചെയ്യാൻ പറ്റി, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രൊമോട്ടിംഗ് മോർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ദെൻ ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് FIPB, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബോർഡാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. Consisting the secretaries of industries, finance and foreign affairs have allowed more direct foreign investment in care sector, especially in the power sector. മോർ കെയർ സെക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറിൽ എസ്പെഷ്യലി പവർ സെക്ടറിലാണ് കൂടുതലായിട്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് അതിൽ കൺസിസ്റ്റ് ചെയ്യുന്നതാണ്. സെക്രട്ടറീസ് ഓഫ് ഇൻഡസ്ട്രീസ്, ഫിനാൻസ് ആൻഡ് ഫോറിൻ അഫെയർസ് ഇത്രയും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പവർ സെക്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അലോ ചെയ്തിട്ടുണ്ട്. അതായത് കെയർ ആയിട്ടുള്ള സെക്ടറിൽ മോർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അലോ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. ദെൻ ഓൺലൈൻ ട്രേഡിംഗ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓൺലൈൻ ട്രേഡിംഗ് വന്നതോടുകൂടി ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. Some of the leading stock market in India have introduced a computer system for their trading activities. നമ്മുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഓൺലൈൻ ട്രേഡിങ്. നമ്മൾ ആദ്യം നടത്തിയിരുന്നത് ഓഫ്ലൈൻ ട്രേഡിംഗ് ആയിരുന്നു. ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു അൾട്ടിമേറ്റ് യൂസർ ഉണ്ടായിരിക്കും, ദെൻ അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടായിരിക്കും. ഇൻ്റർമീഡിയറി ആദ്യം ഈ
അയാൾ ആദ്യം നമ്മുടെ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് ആ എമൗണ്ട് ആർക്കാണോ വേണ്ടത് അവർ നോക്കിയിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഓഫ്ലൈൻ ട്രേഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഓൺലൈൻ ട്രേഡിംഗ്. അതായത് കമ്പ്യൂട്ടർ വഴി എന്ത് ചെയ്യുക, ട്രേഡ് നടത്തുക. നമുക്ക് അവിടെ പോയി വാങ്ങേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് അത് അവിടെ പോയിട്ട് വിൽക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുന്നിലിരുന്നുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ്, ഡിബഞ്ചേഴ്സ് എന്തായിക്കോട്ടെ നമുക്ക് വാങ്ങുകയും ചെയ്യാം, അതേപോലെ തന്നെ വിൽക്കുകയും ചെയ്യാം. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് വാങ്ങുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. Some of the leading stock market in India have introduced a computer system for their trading activities. അവരുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവരുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫ് ട്രേഡിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ്. The brokers can get hooked up and do their trading on online basis. ബ്രോക്കേഴ്സിന്, അതായത് ഇൻ്റർമീഡിയറീസ് ഉണ്ടായിരിക്കും, ഇൻ്റർമീഡിയറീസിന് എന്ത് ചെയ്യാം, ഓൺലൈൻ ബേസിസിൽ ട്രേഡ് നടത്താനായിട്ട് കഴിയും. The computer terminals will enable the public and the brokers to know the price prevailing in the market at any time. കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ടെർമിനലിൻ്റെ, ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ NSE ആണെങ്കിൽ NSE, അല്ലെങ്കിൽ BSE ആണെങ്കിൽ BSE, ആ ഒരു കമ്പ്യൂട്ടർ ടെർമിനൽസ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിവൈലിംഗ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ഷെയറിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ബ്രോക്കേഴ്സിനും അതേപോലെ തന്നെ പബ്ലിക്കിനും അറിയാനായിട്ട് കഴിയും. ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ആ വിൻഡോ എന്ത് ചെയ്യും, ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം ഉണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ 9:30 മുതൽ 3:30 വരെ അങ്ങനെ എന്തോ ഒരു ടൈമാണ്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണം. പിന്നെ സൺഡേ ലീവ്, സാറ്റർഡേ സൺഡേ ലീവാണ്. മൺഡേ ടു ഫ്രൈഡേ ഉള്ളൂ എന്ന് തോന്നുന്നു. മൺഡേ ടു ഫ്രൈഡേയിൽ 9:30 to 3:13 ഒരു ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു പ്രൈസ്, ആ ഒരു നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് കഴിയും. നമുക്ക് ഷെയർ വാങ്ങിക്കാം, അതേപോലെ തന്നെ ഷെയർ നമുക്ക് വിൽക്കാം, നമുക്ക് എത്രയാണ് പ്രൈസ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പബ്ലിക്കിനും അതേപോലെ തന്നെ ബ്രോക്കേഴ്സിനും അറിയാനായിട്ട് കഴിയും. ദിസ് വിൽ പ്രിവെൻറ്റ് സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസ്. ഇതെന്ത് ചെയ്യും, സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഊഹക്കച്ചവടങ്ങൾ പ്രിവെൻറ്റ് ചെയ്യും. അതായത് നമുക്ക് നമ്മൾ പറ്റിക്കാനൊന്നും കഴിയില്ല. നമുക്ക് ഇൻവെസ്റ്ററിന് നമുക്ക് ഇപ്പോൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രീൻ തുറന്ന് നോക്കിയാൽ നമുക്കിപ്പോൾ നിലനിൽക്കുന്ന പ്രൈസ് എന്താണ്, എത്ര ഷെയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര ഷെയർ സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് കഴിയും ഈ ഒരു ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം വഴി. ഇതാണ് ഓൺലൈൻ ട്രേഡിംഗ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. നെക്സ്റ്റ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. The creation of Securities and Exchange Board of India is an important development in the Indian capital market of India. നമ്മുടെ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിൻ്റെ ക്രിയേഷൻ. ഈ ഒരു സെബി വന്നതോടുകൂടി ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായി, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. കാരണം ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നോക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ആരുണ്ട്, ഈ ഒരു സെബി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴി, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പോളിസീസ് വഴിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ മാർക്കറ്റ് വർക്ക് ചെയ്യേണ്ടത്. SEBI has not only replaced the controller of capital issues but has brought in uniformity in the transaction in all stock exchanges. നമുക്ക് ഇന്ത്യയിൽ തന്നെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ വേൾഡിൽ തന്നെ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒരേ യൂണിഫോമിറ്റി, ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സെബി ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് തോന്നിയതുപോലെ എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ഈ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴി അല്ലെങ്കിൽ അവരുടെ ആക്ട് വഴിയൊക്കെ ആയിരിക്കണം ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ
അപ്പോൾ ഇതും റീസെൻ്റായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിന് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് വന്നതോടുകൂടി നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റീസെൻ്റായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്. ഇനിയും ഒരുപാട് പോയിൻറ്റ്സ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റൽ മാർക്കറ്റിൽ റീസെൻ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിതിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാക്കിയിട്ട് നോക്കി. അതിനുശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റിന് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫക്ട്സ് ഓർ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ മുതൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.